ജോസ് കെ മാണി എം പി നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തും. എല്ലാ മണ്ഡലങ്ങളിലും ജില്ലയിൽ മികച്ച സ്വീകരണമാണ് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. LDF നേതാക്കളൊക്കെ ഇക്കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ സംസാരിച്ചതാണ്. സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. ഞങ്ങളിതാ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയെക്കുറിച്ച് സംസാരിച്ചു വരികയാണ്. MV ഗോവിന്ദൻ മാസ്റ്ററും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേർന്നിരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ വടക്കൻ മേഖലാ ജാഥ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തെക്കൻ മേഖലാ ജാഥയായാലും ആ രീതിയിൽ തന്നെയാണ്. ഇന്ന് മധ്യമേഖലാ ജാഥ പര്യടനം ആരംഭിക്കാനിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ആറന്മുളയിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വേദിയിലാണ് സുജു ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വിനീഷ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പത്തനംതിട്ട ആറന്മുളയിലെ അതായത് പത്തനംതിട്ട ജില്ലയിലെ പഴയ പ്രൈവറ്റ് സ്റ്റാൻഡ് മൈതാനിയിലാണ് ഉള്ളത്. ഇവിടെ ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ LDFൻ്റെ ഉദ്ഘാടനം ചെയ്യുക. വലിയ ആൾക്കൂട്ടം തന്നെയായിരിക്കും എത്തുക. 10,000-ഓളം ആളുകൾ ഈ ഉദ്ഘാടനം നടക്കുന്ന ചടങ്ങിൽ എത്തുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയും LDF നേതാക്കളും അറിയിച്ചിട്ടുള്ളത്. വലിയ ആവേശത്തോടെ തന്നെയാണ് LDF പ്രവർത്തകരുള്ളത്. പ്രത്യേകിച്ച് വികസന മുന്നേറ്റ ജാഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് പൊതുവായ വികസന പ്രവർത്തനം, അതിനോടൊപ്പം തന്നെ ഓരോ മണ്ഡലങ്ങളിലും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയിരിക്കുന്ന. കിഫ്ബി റോഡുകൾ, ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, അതുപോലെ ജില്ലയിലെ വിവിധ റോഡുകൾ, ഏഴംകുളം കൈപ്പറ്റൂർ റോഡ് അഭിമാനകരമായി എടുത്തു കാട്ടാൻ സാധിക്കും. LDFന് കോന്നി മെഡിക്കൽ കോളേജ് ഒരു അടൂർ പ്രകാശന കാലത്ത് 4 തൂണുകളായിരുന്നെങ്കിൽ ഇന്നതൊരു മെഡിക്കൽ കോളേജായി രൂപാന്തരപ്പെട്ടു. അവിടെ MBBS സ്റ്റുഡൻസ് പഠിക്കുന്നു എന്ന് പ്രത്യേകതയുണ്ട്. അങ്ങനെ വികസന മുന്നേറ്റ ജാഥ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരംഭിക്കുവാണ്. ആദ്യം വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് തന്നെ റാന്നിയിലേക്ക് ജാഥ പോകും. റാന്നി ഉദുമോട് വെച്ചാണ്, അതായത് മണ്ഡലത്തിൻ്റെ അതിർത്തി വെച്ച് ജാഥയെ വലിയ സ്വീകരണം നൽകും. എല്ലാ സ്വീകരണ കേന്ദ്രത്തിലേക്കും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടും താളങ്ങളും താളമേളങ്ങളുടെ അകമ്പടിയോടെ ആയിരിക്കും സ്വീകരിക്കുക. പിന്നീട് റാന്നി നിന്ന് കോന്നിയിലേക്ക് പോകും. അടുത്ത 2-ാം ദിവസം ജാഥ ആരംഭിക്കുന്നത് അടൂരിൽ നിന്നാണ്. അതിനു മുമ്പായി പത്തനംതിട്ടയിൽ വെച്ച വിശിഷ്ട അതിഥികളുമായി പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ചയുണ്ട്. പിന്നീട് വാർത്താ സമ്മേളനം 11 മണിയോട് കൂടിയാണ് അടൂരിൽ നിന്ന് ജാഥ ആരംഭിക്കുക. പിന്നീട് വൈകിട്ട് 3 മണിക്ക് തിരുവല്ല, പിന്നീട് ചങ്ങനാശ്ശേരി ജില്ലയിലേക്ക് നാളെ വൈകിട്ടോടെ ജാഥ പ്രവേശിക്കും. ഏറ്റവും ഒടുവിൽ അങ്കമാലിയിലാണ് ജാഥ അവസാനിക്കുന്നത്. എന്തായാലും LDFനെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസം, മുന്നോട്ട് ചൂണ്ടിക്കാട്ടാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. വിനീഷ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം എങ്ങനെയായിരുന്നു, വിനീഷ രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നു. അതായത് 10 കൊല്ലം മുമ്പെയുള്ള കേരളത്തെപ്പറ്റി വിനീഷ് സംസാരിക്കുന്നത് കേട്ടു, പവർ കട്ടുള്ള കേരളം. എന്നാൽ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എങ്ങനെ കേരളത്തെ മാറ്റിയെടുത്തു, ഒരു നവകേരള സൃഷ്ടി എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്, ഇടതുപക്ഷത്തിന് മുന്നേറ്റം, ഇതെല്ലാം തന്നെ ജാഥയിൽ ചർച്ചയാകും. ജോസ് കെ മാണിയാണ് ജാഥ ക്യാപ്റ്റൻ. 11 അംഗങ്ങളിൽ മുൻ മന്ത്രി KK ശൈലജ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ബിജു, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PP സുനീർ, CPI സാബു ജോർജ്, വർഗീസ് ജോർജ്, മാത്യു കോലഞ്ചേരി തുടങ്ങിയ നേതാക്കളാണ് ഈ ജാഥയുടെ സ്ഥിരാംഗങ്ങളാണ്. 11 സ്ഥിരാംഗങ്ങളുമുണ്ട്. എന്തായാലും വിനീഷ, ഞങ്ങൾ പത്തനംതിട്ടയിലും മധ്യമേഖലാ ജാഥ ആരംഭിക്കുകയാണ്. തെക്കൻ മേഖലാ ജാഥയ്ക്കും അതുപോലെ തന്നെ ഗോവിന്ദ മാഷ് നയിക്കുന്ന ജാഥയ്ക്കൊക്കെ തന്നെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. സമാനമായ രീതിയിൽ മധ്യമേഖലാ ജാഥയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിനും വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിനീഷ. അതേ സ്വീകാര്യത തന്നെ മധ്യമേഖലാ ജാഥയ്ക്കും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചായാലും കോട്ടയം ജില്ലയെ സംബന്ധിച്ചായാലും ഏറ്റവും സാധാരണക്കാരായ നിരവധി പ്രവർത്തകർ, നിരവധി മനുഷ്യന്മാരുള്ള ജില്ലയാണ്. അവിടെ വികസനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ല കൂടെയാണ്. കോട്ടയത്തൊക്കെ പ്രത്യേകിച്ചും റബ്ബർ കർഷകരുടെ ആയാലും വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ചായാലും അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സർക്കാർ ഇടപെടലുകളെക്കുറിച്ച് വലിയ രീതിയിൽ അഭിപ്രായങ്ങൾ, സർക്കാരിന് അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥലങ്ങൾ കൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ ഏത് രീതിയിലാണ് സർക്കാരിനെ ഉൾക്കൊള്ളുന്നത് എന്ന് നേരിട്ടറിയാൻ കൂടെയുള്ള ഒരു സാഹചര്യമാണ് ഈ വികസന മുന്നേറ്റ ജാഥയിലൂടെ LDFനുള്ളത്. നേരത്തെ തന്നെ LDFൻ്റെ ഗൃഹസന്ദർശന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗൃഹസന്ദർശന പരിപാടികൾക്ക് ശേഷം ജനങ്ങളോട് നേരിട്ട് സംവദിച്ച ശേഷം കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി 9.5 വർഷക്കാലത്തോളം LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളോട് പറയാനും അതിനെ
ജാഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളിൽ നിന്ന് എടുക്കാനും കൂടിയാണ് ഈ വികസന ജാഥ ലക്ഷ്യം വെക്കുന്നത്. അതേ ലക്ഷ്യത്തിലൂടെ തന്നെയായിരിക്കും പത്തനംതിട്ട ജില്ലയിലായാലും കോട്ടയം ജില്ലയിലായാലും മധ്യമേഖലാ ജാഥയുടെ പര്യടനം. പ്രത്യേകിച്ച് ജോസ് കെ മാണി കൂടിയാകുമ്പോൾ ജോസ് കെ മാണി ജാഥയിൽ എത്തില്ല, LDF വിട്ട് UDFിലേക്ക് ചേക്കേറുമെന്ന തരത്തിലുള്ള കിംവദന്തികളും വിമർശനങ്ങളും പരാതികളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജാഥയുടെ എല്ലാ ദിവസവും ക്യാപ്റ്റനായി ജോസ് കെ മാണി തന്നെ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജാഥയാകും മധ്യമേഖലാ ജാഥ. സുജു, കേൾക്കാമോ? തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന ജാഥയാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണി, കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ, നിലവിൽ രാജ്യസഭാ MP ആണ്. ജോസ് കെ മാണിയും കേരള കോൺഗ്രസിനെയും കോൺഗ്രസ് മോഹിച്ചു തുടങ്ങിയിട്ട് ദീർഘനാളായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ്. നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ തന്നെ 5 നിയമസഭാ മണ്ഡലങ്ങൾ, ഒരു കാലഘട്ടത്തിൽ UDFിൻ്റെ കോട്ടയായിരുന്നു പത്തനംതിട്ട. അവിടെ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ LDF ആണ്. കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ LDF തന്നെയാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാർ ആയിക്കോട്ടെ, കാഞ്ഞിരപ്പള്ളി ആയിക്കോട്ടെ, ചങ്ങനാശ്ശേരിയൊക്കെ തന്നെ UDF ഏറെ നാൾ, അതായത് കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും, പൂഞ്ഞാറിൽ PC ജോർജ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വിജയിച്ചിട്ടുള്ളതാണ്. എന്നാൽ കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയിലൊക്കെ UDF വിജയിച്ച സ്ഥലത്ത് ഇപ്പോൾ LDF ആണ്. അവിടെ ചങ്ങനാശ്ശേരി ജോബ് മൈക്കിൾ, കാഞ്ഞിരപ്പള്ളി N ജയരാജ്, അങ്ങനെ UDFിന് വലിയ ആശങ്കയാണ് ജോസ് കെ മാണി ഇടതുപക്ഷത്തിനോടൊപ്പം നിലയുറപ്പിക്കുമ്പോഴുള്ളത്. കോട്ടയം പോലെ ജില്ല, അതുപോലെ എറണാകുളവും ഇടുക്കിയൊക്കെ തന്നെ UDFിനെ കൈവിടും. അത് ജോസ് കെ മാണിയെ പോലെ കേരള കോൺഗ്രസ് LDFിനൊപ്പം നിൽക്കുമ്പോൾ LDFിൻ്റെ ശക്തി ഇരട്ടിയാകുകയാണ്. ഇത് ആശങ്കപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് UDF നേതാക്കൾ ഒന്ന് ജോസ് കെ മാണിയും കൂട്ടരെയും ഇപ്പുറത്തൊന്ന് എത്തിക്കാമോ എന്ന ആ ശ്രമം നടത്തിയിരുന്നത്. അപ്പോൾ അത് നടക്കാതെ പോയ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി പറഞ്ഞു, ഈ ജാഥയിൽ അവസാനിക്കുന്നവരെ താൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ, ഇടതുപക്ഷത്ത് തുടരുമെന്ന MLAമാർ ജോസ് കെ മാണിയോടൊപ്പം തുടരുമെന്ന് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അതുപോലെ ജോസ് കെ മാണിയും LDFിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും LDFിൻ്റെ ജനങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതിൻ്റെ ഉദാഹരണത്തിനാണ് തെക്കൻ മേഖലാ ജാഥയും വടക്കൻ മേഖലാ ജാഥയും ഇന്ന് മധ്യമേഖലാ ജാഥ ആരംഭിക്കുമ്പോഴും ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുന്നത്. മറ്റ് നമുക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി നോക്കുമ്പോൾ ആളെ കൊണ്ട് ഇറക്കുകയല്ല, പകരം സ്വമേധ എത്തുന്ന ധാരാളം പ്രവർത്തകരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. എന്താണ് ഈ വികസന മുന്നേറ്റ ജാഥയിൽ മുന്നോട്ട് വെക്കുന്നത്? ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, VD സതീശൻ്റെ ജാഥയുടെ പേര് നവയുഗ പിറവി, അത്തരത്തിലെന്തോ ആണ്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ LDFിൻ്റെ ഇന്നത്തെ പ്രചരണത്തിൽ തന്നെ കാണിക്കുന്ന ഈ പത്തനംതിട്ടയിൽ തന്നെ നമുക്ക് ഇന്ന് ഈ വികസന മുന്നേറ്റ ജാഥ വരുമ്പോൾ LDFിൻ്റെ തരത്തിൽ അവർ പോസ്റ്ററുകളിൽ കാണിക്കുന്ന ചില ചിത്രങ്ങളുണ്ടാവും. ഒന്ന്, ഏഴംകുളം കൈപ്പറ്റൂർ റോഡ് ഇപ്പോൾ BNMBC നിലവാരത്തിൽ, ഉന്നത നിലവാരത്തിൽ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ UDF കാലത്ത് തകർന്ന റോഡായിരുന്നു. അതുപോലെ പല പാലങ്ങൾ, കോമളം പാലം തുടങ്ങി വിവിധ പാലങ്ങളായിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ, ഇപ്പോൾ ആശുപത്രികളുടെയൊക്കെ അടിസ്ഥാന സൗകര്യം, കോന്നി മെഡിക്കൽ കോളേജ് ഒരു കല്ലിട്ട് ഒരു ചടങ്ങ് തീർക്കുക മാത്രമാണ് UDF കാലത്തുണ്ടായത്. എന്നാൽ ഇന്നത് അത് ബഹുനില കെട്ടിടങ്ങളായി, അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളായി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വേഗത്തിൽ വികസനം നേടുന്ന ഒരു മെഡിക്കൽ കോളേജായി കോന്നി മെഡിക്കൽ കോളേജ് മാറി. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ LDFിൻ്റെ വികസന മുന്നേറ്റ ജാഥ നടപ്പാക്കിയ കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കുകയല്ല, പകരം LDF ചെയ്യുന്നത് ഞങ്ങൾ എന്താണ് ഈ നാട്ടിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കിയ വികസനം. ഈ വികസന തുടർച്ചയ്ക്കായി LDF വരുന്ന നിയമസഭയിൽ വോട്ട് തേടുമ്പോൾ നടപ്പാക്കിയ വികസനങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ ചൂണ്ടിക്കാട്ടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ മുന്നണിയുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഘടകകക്ഷികളും ഉൾപ്പെടുന്ന ജാഥ. ഞാൻ നിൽക്കുന്ന ഈ പത്തനംതിട്ട ആറന്മുളയിൽ തന്നെ വികസന നേട്ടങ്ങൾ എണ്ണി പറയാൻ പോയാൽ ഒരുപക്ഷെ ഈ ബുള്ളറ്റിൻ തികയില്ല. അത്രയ്ക്കധികം വികസന പദ്ധതികളാണ് ജില്ലയിലല്ല സംസ്ഥാന വ്യാപകം നടപ്പാക്കുന്നത്. അത് ഓരോ മണ്ഡലങ്ങളും, ഇപ്പം അടൂരിലേക്ക് എടുക്കുകയാണെങ്കിൽ അടൂരിലെ ജനലാശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങൾ, അവിടെ ഏഴംകുളം കൈപ്പറ്റൂർ റോഡ് ഉൾപ്പെടെ വിവിധ റോഡുകൾ, ഏറ്റവും ഒടുവിൽ കിഫ്ബി പദ്ധതി വഴി തൃച്ചേതിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം, 3 നില കെട്ടിടം, അത് 3 കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾ വളരെ സന്തോഷത്തോടെ ആ സ്കൂൾ കെട്ടിടം
കെട്ടിടത്തെ സ്വീകരിക്കുന്നത് കണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ തിരുവല്ലയിലേക്ക് പോകുമ്പോൾ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി. നമുക്കറിയാം തിരുവല്ലയുടെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു ബൈപ്പാസ് റോഡ്. അത് ഇടതുപക്ഷ സർക്കാരാണ് യാഥാർത്ഥ്യമാക്കിയത്. അങ്ങനെ റോഡുകൾ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിയുടെയും കെട്ടിടം നിർമ്മാണം പുരോഗമിക്കുകയാണ്. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയും കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ വികസനങ്ങൾ എവിടെയാണ് വികസനമെന്ന് ചോദിച്ചാൽ അതേ വികസനമെന്ന് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. എവിടെയാണ് കിഫ്ബി പദ്ധതി എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് നമുക്ക് നേരിട്ട് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്ന കിഫ്ബി പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതെല്ലാം തന്നെ ഈ ജാഥയിൽ LDF-നെ സംബന്ധിച്ചോളം ആത്മവിശ്വാസത്തോടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. UDF-ന് മറുഭാഗത്ത് വലിയ ആശങ്കയാണ്. ഇപ്പോൾ തിരുവല്ലയിൽ പോലും തിരുവല്ല നിയമസഭാ സീറ്റ് അത് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന കോൺഗ്രസിൽ മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കുന്നു. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഉള്ളിൽ അടി തുടങ്ങിയിരിക്കുകയാണ്. കുഞ്ഞുകോൾ പോസ്റ്റിക്ക് സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ജോസഫും പുതുശ്ശേരി രംഗത്ത് വരുന്നു. പാർട്ടി വൈസ് ചെയർമാൻ മറ്റ് സാമീപ്യം വരുന്നു. അങ്ങനെ നിരവധി ആളുകൾ സീറ്റിനായി തല്ലുകൂടുമ്പോഴാണ് അവിടെ അധികാരത്തിനായി വടംവലിക്ക് വേണ്ടി മത്സരത്തിന് തയ്യാറാക്കുമ്പോൾ മറുഭാഗത്ത് LDF ലഭിച്ച ഭരണം എങ്ങനെ അതിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി മാറ്റാൻ സാധിച്ചിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ മധ്യമേഖല ജാഥ തുടങ്ങുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ജില്ലയാണ്. വീണ ജോർജിൻ്റെ ഭാഗത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ തന്നെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് വീണ ജോർജ് MLA ആയ ശേഷം നടപ്പാക്കിയത്. പ്രത്യേകിച്ച് ആറന്മുള നിയോജക മണ്ഡലത്തിൽ പബ്ലിക് സ്റ്റേഡിയം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേഡിയമായി തന്നെ മാറ്റാൻ തരുന്ന തരത്തിലാണ് KK നായരുടെ പേരിൽ നാമധേയത്തിലുള്ള ജില്ലയുടെ പിതാവായ KK നായരുടെ പേരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആൻ്റണി MP 2 തവണയാണ് സ്റ്റേഡിയത്തിനു വേണ്ടി കല്ലിട്ടത്. എന്നാൽ വീണ ജോർജ് വളരെ മനോഹരമായി ആ സ്റ്റേഡിയം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്റ്റേഡിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. അത് റിംഗ് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രി തുടങ്ങി ഈ ഒരു പക്ഷേ ആറന്മുള നിയോജക മണ്ഡലം രൂപീകരണത്തിന് ശേഷം ഇത്രയധികം വികസനം ഏറ്റവും ചുരുങ്ങിയ കാലത്തിൽ നടപ്പാക്കിയത് വീണ ജോർജിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അത് ജില്ലയ്ക്ക് അഭിമാനകരമാണ്. അപ്പം മന്ത്രി ഉൾപ്പെടെ എത്തുമ്പോൾ ആ ചൂണ്ടിക്കാട്ടാൻ ഒട്ടനവധി പദ്ധതികൾ ഓരോ ആളുകളുടെയും ഹൃദയം തൊടുന്ന ഹൃദയം പോലുള്ള പദ്ധതികളുമുണ്ട്. നമ്മൾ ഈ അടിസ്ഥാന സൗകര്യ മേഖല മാത്രം പറഞ്ഞാൽ പോരാ, ഹൃദയം പോലുള്ള പദ്ധതികൾ ആളുകളുടെ ഹൃദയം തൊടുന്ന, അതായത് കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ, മറ്റ് ഇപ്പം ജനറൽ ആശുപത്രിയിലേക്ക് എന്നാൽ കാരുണ്യ കൗണ്ടറിലേക്ക് സീറോ പ്രോഫിറ്റ് കൗണ്ടറുണ്ട്. അവിടെ 40,000 രൂപയുടെയൊക്കെ ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് വെറും 5,000-6,000 രൂപയ്ക്ക് സർക്കാർ സീറോ പ്രോഫിറ്റിൽ അത് കൊടുക്കുന്നു എന്ന വലിയ പ്രത്യേകതയുണ്ട്. ചികിത്സാ ആനുകൂല്യങ്ങൾ, ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ, സ്കാനിങ് സെൻ്ററുകൾ. ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും കാത്ത് ലാബ് വരുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബുണ്ട്. അങ്ങനെ ആരോഗ്യമേഖല അടിസ്ഥാന സൗകര്യത്തിനോടൊപ്പം ജനങ്ങളെ ഹൃദയം തൊടുന്ന, അതായത് സാമൂഹ്യ സുരക്ഷ, പെൻഷനുകൾ തുടങ്ങി എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക്, ആശാവർക്കർമാരുടെ സന്തോഷം. 2,000 രൂപയാണ് ഈ സർക്കാർ വർദ്ധിപ്പിച്ചു കൊടുത്തത്. അംഗനവാടി ജീവനക്കാർക്ക് 1,000 രൂപയുടെ വർധനവ്. അങ്ങനെ എല്ലാ മേഖലയും, സമസ്ത മേഖലയിലും വിനീഷ് സൂചിപ്പിച്ചുള്ള റബ്ബർ കർഷകരുള്ള ജില്ലയാണ്. റബ്ബർ കർഷകരുടെ താങ്ങുവില 200 ഉയർത്തുന്നു. നെൽകർഷകരുണ്ട്, അവർക്കുള്ള ആനുകൂല്യങ്ങൾ. അങ്ങനെ കാർഷിക മേഖലയിലുള്ള വിവിധ പദ്ധതികൾ. അങ്ങനെ എല്ലാ തരത്തിലും സർവ്വതലത്തിലും സ്പർശിയായ ഒരു സർക്കാരാണ് LDF സർക്കാർ എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നേതാക്കൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്.